ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കാരണം വീട്ടിൽ കറണ്ടില്ല. ഈ ചൂടത്ത് ഒരു നേരെ ഫാനില്ലാതിരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഞങ്ങളെ കൊണ്ടും പറ്റില്ല. അപ്പം ഞങ്ങളിന്ന് പൊന്മുടിക്ക് പോയാലോ എന്ന് തീരുമാനിച്ചു. അവിടെ ആകുമ്പോൾ ഇത്തിരി തണുപ്പ് കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങളിന്ന് രാവിലെ പൊന്മുടിക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഈ കാണുന്ന മല കണ്ടോ, ഇതാണ് ട്രിവാൻഡ്രത്ത് എല്ലാവരും പറയുന്ന ചിറ്റിപ്പാറ. ഈ വഴിയാണ് ഞങ്ങൾ പോയത്. ഇതിര കഴിഞ്ഞ് ആനപ്പാറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ റോഡ് ബ്ലോക്കായി. അവിടെ ഒരു പുതിയ പാലം വരുന്നുണ്ട്, കാണുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു കുട്ടി പാലത്തിൽ കൂടെ ഇങ്ങനെ സാഹസികമായിട്ട് അപ്പുറത്തെത്തി. എന്നിട്ട് ഇപ്പം നിങ്ങൾ നോക്കിക്കോ, പുതിയ പാലം വരുന്നത് എങ്ങനെ കാണാം. കണ്ടു, ഇവിടുത്തെ പണി നടക്കുവാണ്. ഈ കാണുന്നതാണ് കല്ലാർപ്പുഴയുടെ കുറച്ച് ഭാഗങ്ങൾ. ഇവിടെ കല്ല് മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ, വെള്ളമൊന്നുമില്ല. ഇവിടുത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതിന് മുന്നേ ഇവിടെ വെള്ളം വന്ന് നിറയും. ഇതാണ് കല്ലാർ എക്കോ ടൂറിസ്റ്റ് കേന്ദ്രം. ഇവിടെ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് പോകേണ്ടത് പൊന്മുടിയിലാണല്ലോ. അപ്പോൾ ഞങ്ങൾ പൊന്മുടിയിൽ പോയിട്ട് വരാം. ആ കാണുന്നതാണ് പൊന്മുടി ഹിൽ ടോപ്സ്. അപ്പോൾ ഞങ്ങൾ പൊന്മുടി ഹിൽ ടോപ്സിൽ എൻട്രി പാസ് എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നിന്ന് നമ്മൾ പാസ് എടുത്തിട്ട് ഇപ്പോൾ വരാവേ. പാസ് എടുത്തു. ഞങ്ങൾക്ക് 2 പേർക്കും 2 കുഞ്ഞുങ്ങൾക്കും കൂടെ 100 രൂപയായുള്ളൂ എൻട്രി ഫീസ്. അപ്പോൾ എടുത്തിട്ട് വന്നപ്പോൾ കുറച്ച് കുരങ്ങന്മാരൊക്കെ അവിടെ ഇരിക്കുന്ന കണ്ടു. ഇത് കണ്ടോ ഗൈസ്, ഇതൊരു ചെറിയ നീർച്ചാലാണ്. ഇത് മുകളിലെ മലകളിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. ഇതിൻ്റെ പരിസരങ്ങളിൽ നമ്മളെപ്പോലുള്ളവർ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകളും ചപ്പും ചവറും എല്ലാം കൂടെ വാരി നിരത്തിയിട്ടിട്ടുണ്ട്. അതെല്ലാം കണ്ട് വീണ്ടും യാത്രയായി. ഹെയർ പിൻ വളവുകൾ ഓരോന്നും കയറും. ഞങ്ങളിപ്പോൾ 22 ഹെയർ പിൻ വളവുണ്ട് പൊന്മുടിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ കയറി ഒരു 10-16 ഹെയർ പിൻ വളവ് വരെ എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു നറുനണ്ടി സർബത്ത് കുടിക്കാൻ വേണ്ടി നിർത്തി. ഈ ചേച്ചി 2 നറുനണ്ടി സർബത്ത് ഉണ്ടാക്കി തന്നായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഈ ചൂടത്ത് ഇത്തിരി ഒരു ആശ്വാസമായി. പോകുന്ന വഴിയിൽ ഊട്ടിയിലും വാഗമണ്ണിലും മൂന്നാറിലൊക്കെ കാണും പോലെ കുഞ്ഞു കുഞ്ഞു തട്ടുകടകളും ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ബ്രെഡ് ഓംപ്ലേറ്റും കോഫിയും ടീയും ഉപ്പിലിട്ട സാധനങ്ങളും തേയിലപ്പൊടിയും കോഫി പൗഡറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് നിർത്തിയില്ല. ഞങ്ങളുടെ ലക്ഷ്യം പൊന്മുടി ഹിൽ ടോപ്സ് ആയിരുന്നു. ഇതാണ് 2ാമത്തെ ചെക്ക് പോസ്റ്റ്. അപ്പം നേരത്തെ എടുത്ത പാസ് നമ്മളിവിടെ വെരിഫിക്കേഷൻ ചെയ്യണം. എന്നിട്ട് നമ്മളെ ഉള്ളിലോട്ട് കിടത്തി വിടുകയുള്ളൂ. കുറച്ച് സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്, നമ്മളുടെ നല്ലതിനാണല്ലോ. അപ്പോൾ ഇതാണ് ഹിൽ ടോപ്സിൻ്റെ അവസാനം എൻട്രി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് സൈൻ ബോർഡൊക്കെ കാണാം, പൊന്മുടി. നമ്മളങ്ങനെ അവസാനം എത്തി. ഇവിടെയാണ് KSRTC ബസ് ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സ്ഥലം. ഇതാണ് പൊന്മുടി ഹിൽ ടോപ്സ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു കുട്ടികളെയും കൊണ്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച്. ആ കാണുന്നുണ്ടോ, ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഈ ഒരു സാധനം മാത്രമേ ഇവിടെ ഉള്ളൂ, അല്ലാതെ മെയിനായിട്ട് പാർക്കോ വേറെ ആക്ടിവിറ്റീസോ ഒന്നുമില്ല. ഒരുപാട് ടൂറിസം ആക്ടിവിറ്റീസ് വന്നാൽ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ഏരിയ ആയിരുന്നു പൊന്മുടി. പക്ഷേ ഇവിടെ എന്തോ നമുക്ക് പ്രത്യേകിച്ച് ഒരു ടൂറിസം കാണാൻ പറ്റുന്നില്ല. ഉണ്ടായിരുന്ന ടവർ ഹൗസ് ആണെങ്കിൽ അകത്തോട്ട് കയറ്റി വിടുന്നുമില്ല. പിന്നെ ഉള്ളത് ഈ കുഞ്ഞു കുഞ്ഞു പാറക്കെട്ടുകൾ. അവിടെയാണെങ്കിലോ ദൈവന്മാർ ഇവിടെ ഓടിക്കളിയും തുടങ്ങി. കളിച്ച് ആടുത ഇരിപ്പായി. അപ്പോൾ ചെറിയ ഇടിമുഴക്കവും മഴക്കോളും ഒക്കെ കാണുന്നുണ്ട്. ഒരു സൈഡിൽ ഇടിയുടെ സൗണ്ട് കേൾക്കുക, മറ്റേ സൈഡിൽ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് തിരികെ പോകാമെന്ന്. അങ്ങനെ ഈ ഒരു ഭാഗം കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതായിരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, നമുക്ക് വാഷ്റൂം ഉപയോഗിക്കാം. ഫുഡ് കഴിക്കാൻ നിന്നില്ല ഇവിടെ നിന്ന്, കാരണം വെയിൽ തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് താഴെ KTTCയിൽ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് മീൽസാണ് പറഞ്ഞ് നല്ല അയില വറുത്തതും സാധാ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഫുഡും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ടായിരുന്നു.
ഇപ്പോഴും നന്നായിട്ട് ഇടി മുഴങ്ങുന്ന സൗണ്ട് കേട്ട്. അപ്പം ഞങ്ങൾ പോകുമെന്ന് വിചാരിച്ചതാണ്. നോക്കിയപ്പോഴാ അവിടെ മൊത്തം മഞ്ഞ് മൂടി. നിങ്ങൾ കാണുന്നുണ്ട് ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ഈ സ്ഥലങ്ങളിൽ നേരത്തെ നല്ല വെയിലായിരുന്നു. ഇതാണ് പ്രകൃതിയുടെ അത്ഭുതം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ വെയിൽ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഞ്ഞ്. ഞങ്ങൾ എന്താ വിചാരിച്ചു തിരിച്ചു പോയിട്ട് ബാക്കിയും കൂടെ കണ്ടിട്ട് വരാം. എന്തായാലും വന്നില്ലേ, മഞ്ഞ് കാണാൻ വന്നിട്ട് ഇനി മഞ്ഞ് കാണാതെ പോയാലോ. കുറച്ച് തണുത്തിട്ട് വരാവേ. ഉണ്ടായിരുന്ന ഈ സ്ഥലം, കുറച്ച് മുന്നേ നല്ല വെയിലുണ്ടായിരുന്ന സ്ഥലം, ഇതാണ് പ്രകൃതിയുടെ അത്ഭുതം എന്ന് പറയുന്നത്. ഇത് പൊന്മുടി നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള അവസാന ബസ്സാണ് കേട്ടോ. ഇതൊരു 4:30-5 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടാവുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ആ ടൈമിലാണ് വന്നത്. ഇവിടുത്തെ കോട ഇറങ്ങി, ഇവിടെ ആൾക്കാരുടെ സന്തോഷം കാണുമായിരുന്നു കോട ഇറങ്ങിയപ്പോൾ. എക്സൈറ്റ്മെൻ്റ് ഒക്കെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം വരുന്നവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ. അങ്ങനെ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. വരുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. മഴയും മഞ്ഞ് നനഞ്ഞ് പനിയായി ഗൈസ്.